ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹു വബഅദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ 31-ാം വചനം എന്താണ് പറഞ്ഞത്? വമൻ യഖ്നുത് മിൻകുന്ന ലില്ലാഹി വറസൂലിഹി വതഅമൽ സാലിഹ നുഅ്തിഹ അജ്റഹ മർറതൈനി വഅതദ്നാ ലഹാ റിസ്കൻ കരീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് പറയാണ്, വമൻ യഖ്നുത് മിൻകുന്ന ലില്ലാഹ്, നിങ്ങളിൽ അള്ളാഹുവിന് യഖ്നുത് എന്ന് പറഞ്ഞാൽ വഴിപ്പെട്ട് സദാ വഴിപ്പെട്ട് കഴിയുന്നവർ അല്ലേ? റസൂലി, അള്ളാഹുവിൻ്റെ റസൂലിനും. കുനൂത്ത് നമ്മൾ പറഞ്ഞല്ലേ, കുനൂത്തുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞല്ലോ അല്ലേ? വതഅമൽ സാലിഹൻ, വതഅമൽ അമലൻ സാലിഹൻ, സാലിഹായ അമലുകൾ എടുക്കുകയും ചെയ്യുന്നവർ, നുഅ്തിഹ അജ്റഹ, നുഅ്തിഹ അവർക്ക് നാം നൽകും, അജ്റഹ അവളുടെ പ്രതിഫലം, അവളുടെ കൂലി അള്ളാൻ്റെതാണ്. പക്ഷേ കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അമലെടുക്കുന്നവരിലേക്ക് ചേർത്തു, അജ്റഹ. അത് ആ അമലെടുത്തവരെ ആദരിക്കാനാണ്. കൂലി അള്ളാൻ്റെതാണ്, അള്ളാൻ്റെ കൂലിയല്ലേ. പക്ഷെ അള്ളാൻ്റെ കൂലി അത് അജ്റഹ, അവരുടെ കൂലി എന്നാണ് പറഞ്ഞത്. ഈ അമലെടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ കൂലി എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. അത് അവർ അമലെടുത്തതിനാലുള്ള അംഗീകാരമാണ് കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് ചേർത്തത്. നുഅ്തിഹ അജ്റഹ മർറതൈനി, മർറതൈൻ എന്ന് പറഞ്ഞാൽ 2 തവണ. അവിടുന്ന് നമ്മൾ നിർത്തിയത് അല്ലേ? 2 തവണ കൂലി നൽകപ്പെടുന്നവർ, 2 തവണ കൂലി നൽകുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ചില വ്യക്തികളെ പറഞ്ഞില്ലേ? ആരാ വ്യക്തികൾ? 2 തവണ കൂലി നൽകപ്പെടുന്ന വ്യക്തികളെ പറഞ്ഞില്ലേ? പേര് പറഞ്ഞല്ലേ നമ്മൾ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ ഭാര്യ സൈനബ്, ആമിർ ഇബ്നുൽ അക്വ ഖൈബർ യുദ്ധത്തിൽ. പിന്നാരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 തവണ കൂലി നൽകപ്പെടുന്നവരാണെന്ന് പറഞ്ഞു. പിന്നെ ചില പ്രവൃത്തികൾ നമ്മൾ പറഞ്ഞു. പിന്നെ സലാസത്തു യുഅ്തൂന അജ്റഹും മർറതൈൻ, അത് പറഞ്ഞ അല്ലേ? 3 കൂട്ടർക്ക് 2 തവണ കൂലി നൽകും പറഞ്ഞില്ലേ? വേദക്കാരന് ഇസ്ലാം സ്വീകരിക്കുന്നവർ, പിന്നെ അള്ളാഹ്ക്കും യജമാനും പിന്നെ അടിമത്തത്തിൽ ആത്മാർത്ഥത പുലർത്തി നന്നായി വർത്തിക്കുന്ന അടിമ, പിന്നെ ഒരടിമ സ്ത്രീയെ പഠിപ്പിച്ച് മര്യാദ പഠിപ്പിച്ച് സ്വതന്ത്രമാക്കി വിവാഹം കഴിക്കുന്ന യജമാനൻ. അല്ലാ കുലിൻ നുഅ്തിഹ അജ്റഹ മർറതൈൻ. ഇവിടെ നമ്മൾ മർറതൈൻ എന്ന് പറഞ്ഞെങ്കിൽ 2 തവണ പ്രതിഫലം നൽകപ്പെടും എന്ന് പറഞ്ഞെങ്കിൽ ഇരട്ടി പ്രതിഫലം, ബിഅഫൈനി എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ മർറതൈൻ അല്ലേ? ശിക്ഷ ഇരട്ടി നൽകുന്നതല്ലേ? അതേപോലെയാണ് നന്മ ചെയ്താൽ പ്രതിഫലം ഇരട്ടി നൽകും എന്ന് പറഞ്ഞു. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഅതദ്നാ ലഹാ റിസ്കൻ കരീമ. വഅതദ്നാ ലഹാ അവർക്ക് നാം ഒരുക്കി എന്നാണ്. അഅതദ്ന, ഈ അഅദ്ദ എന്നൊന്നില്ലേ? അഅദ്ദ, ഈ അഅദ്ദ കെട്ടഴിഞ്ഞതാണ് അഅതദ. ഇവിടെ അഅദ്ദ എന്ന് പറഞ്ഞാൽ ഒരുക്കി എന്നാണ്. അതേ അർത്ഥത്തിൽ തന്നെ എന്ത്? അഅതദ. ഇതുപോലത്തെ ക്രിയകളുണ്ടല്ലോ, അഅദ്ദ പോലത്തെ ക്രിയകൾ ഇതേപോലെ ഈ ദമീറുകൾ എന്ന് പറഞ്ഞാൽ അതിലേക്ക് ചേർത്താൽ ഈ കെട്ടഴിയും, ഷദ് കഴിയും. എപ്പോൾ നഹ്വിൽ പറയും ബാരിസായ റഫ്ഇൻ്റെ ദമീറുകൾ എന്ന് പറയും. ഇപ്പോൾ ഈ അഅദ്ദ എന്നുള്ളതിലേക്ക് തു, ഞാൻ ഒരുക്കി എന്നുള്ളതിന് എങ്ങനെ പറയാം? അഅദ്ദത്തു എന്ന് പറയില്ല, പിന്നെയോ അഅദത്തു എന്നാ പറയാ. അഅദത്തു അല്ലെങ്കിൽ അഅദത്തു എന്നാ പറയാ, കെട്ടഴിയും. അഅദത്തു. അതേപോലെ ഞാൻ ഒരുക്കി, നീ ഒരുക്കി, നമ്മൾ ഒരുക്കി, അതേപോലെ നീ ഒരു പെണ്ണൊരുക്കി. ഇതൊക്കെയാണ് ബാരിസായ റഫ്ഇൻ്റെ ദമീറുകൾ എന്ന് പറയുക. ഇതിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ അഅദ്ദ എന്നുള്ളതിൻ്റെ കെട്ടഴിയും. ആ കെട്ടഴിയുമ്പോഴാണ് അഅതദ് നാം ഒരുക്കി. ഉണ്ടോ? അഅദ്ദ എന്നുള്ളതാണ് ഈ ഈ 2 ദാലിൽ ഒരു ദാലിനെ
മറിച്ചതാണ്. അതിനാണ് ഇബ്ദാൽ എന്ന് പറയാം. അഅദദിന എന്നാണ്, അഅദദിന. പക്ഷെ ആ ദായെ താക്കി മാറ്റി. വ്യാകരണം തഫ്സീർ ചെയ്യുമ്പോൾ ഈ വ്യാകരണങ്ങൾ അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. അല കുലിൻ അഅത്തദിന അള്ള പറയണം നാം ഒരുക്കി ലഹ അവൾക്ക് അവർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അള്ളാഹ്ക്കും അള്ളാഹിൻ്റെ റസൂലിനും വഴിപ്പെട്ട് അമലിൻ സാലെ എടുത്ത് കഴിയുന്നവർക്ക് നാം ഒരുക്കി. അതാണ് ലഹ. എന്താ ഒരുക്കിയത്? റിസ്കൻ ഖരീമൻ. റിസ്ക് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രതിഫലം, ഉപജീവനം. കരീമൻ. എന്താ കരീം? കരീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുന്നത് അമൂല്യമായത്, വിശാലമായത്, മാന്യമായത് എന്നൊക്കെയാണ്. റിസ്കൻ കരീമൻ സ്വർഗാണ് ഉദ്ദേശം. റിസ്കൻ ഖരീമൻ. ഏതൊന്നിനെ ഖരീം എന്നുകൊണ്ട് വിശേഷിപ്പിച്ചോ അത് അമൂല്യമായിരിക്കും, അത് വിശാലമായിരിക്കും, അതേപോലെ തന്നെ അതേറെ മാന്യമായിരിക്കും. കുല്ലമ റുസിഖു മിൻ സമറത്തിൻ റിസ്ഖൻ ഖാലു ഹാദല്ലദീ റുസിഖിന മിൻ ഖബൽ വ ഉതൂബിഹി മുതശാബിഹനാൻ. അതാണ് കുല്ലമ റുസിഖു മിൻഹ മിൻ സമറത്തിൻ. സ്വർഗത്തിൽ ഓരോ പഴങ്ങൾ നൽകുമ്പോഴും ലഭിച്ച സ്വർഗാർഹർ പറയും, അള്ളാഹ് വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ, ഹാദല്ലദീ റുസിഖിന മിൻ ഖബൽ, ഇത് ഞങ്ങൾ മുമ്പ് ഞങ്ങൾക്ക് തന്നതാണല്ലോ എന്ന് പറയും. അപ്പോൾ പറയും ശരിക്കും അത് മുമ്പ് തന്നതല്ല. പിന്നെ ഉതൂബിഹി മുതശാബിഹനാണ്. അതിൻ്റെ രൂപത്തിൽ ശരിയാണ് ആദ്യം കൊടുത്തതുപോലെ തന്നെ, പക്ഷെ അതിൻ്റെ രുചിയിൽ, അതിൻ്റെ പിന്നെ ധർമ്മത്തിലൊക്കെ അത് വ്യത്യസ്തത പുലർത്തുന്നതാണ് എന്നാണ്. അതാണ് റിസ്കൻ ഖരീമൻ എന്ന് പറയുന്നത്. സ്വർഗത്തിലെ പിന്നെ വിഭവങ്ങളെക്കുറിച്ച്, സ്വർഗത്തിലെ ഉപജീവനത്തെക്കുറിച്ച് ഖരീം എന്ന് പറയുമ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അത് ഇപ്പോൾ സബയിലെ രാജ്ഞി പറഞ്ഞില്ലേ, ഇന്നി ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീം. എന്താ? എനിക്കൊരു കിതാബുൻ കരീം നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. സബയിലെ രാജ്ഞിക്ക് കത്ത് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ, കാരണം അത് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം എഴുതിയ കത്താണ്. ഇന്നഹു മിൻ സുലൈമാൻ വ ഇന്നഹു ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന തുടക്കത്തിലാണ്. അപ്പോൾ ആ കത്തുകൾ, സാധാരണ കത്തുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ രാജകൊട്ടാരത്തിലേക്ക് വരുന്ന കത്തുകളൊക്കെ വളരെ മാന്യമായ രീതിയിലായിരിക്കും. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ കത്ത് മാന്യമാണ്. അതേപോലെ തന്നെ പിന്നെ അത് അതിൻ്റെ ആ വിഷയത്തിൽ വളരെ ഗംഭീരമാണ് എന്നർത്ഥത്തിൽ അതാണ് അറിയിക്കുന്നത്. അപ്പോൾ വഅതദിനാലഹാ റിസ്കൻ കരീമ എന്നുള്ള ഉസ്മാൻ തല പറയാണ്, അവർക്ക് നാം റിസ്കൻ കരീമിന് ഒരുക്കിയിരിക്കുന്നു. റിസ്കൻ കരീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ഉപജീവനവും പ്രതിഫലവുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കരീം എന്ന് പറഞ്ഞെങ്കിൽ അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇദാ ജാഅകും കരീമു ഖൗമിൻ ഫഅക്രിമുഹു എന്നാണ്. ഒരു ജനവിഭാഗത്തിലെ കരീം നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ ആദരിക്കണം എന്ന് പറഞ്ഞു. എല്ലാവരെയും ആദരിക്കണം. നമ്മളടുക്ക് ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ ആദരിക്കണ്ടേ. പക്ഷേ വരുന്ന ഗസ്റ്റ് കരീമു ഖൗമിൻ, ഒരു ജനവിഭാഗത്തിൻ്റെ കരീമാണെങ്കിൽ, കരീം എന്ന് പറഞ്ഞാൽ എന്താ? കരീം എന്ന് പറഞ്ഞെങ്കിൽ ആ ജനവിഭാഗത്തിലെ നേതാവ്, മാന്യൻ ആണിയെങ്കിൽ ഫഅക്രിമുഹു എന്ന നിങ്ങൾ അദ്ദേഹത്തെ ആദരിക്കണം എന്ന് പറഞ്ഞു. ജരീർ ബിൻ അബ്ദുൽ ബജലി ബുജൈല ഗോത്രത്തിൻ്റെ വലിയ കരീമായിരുന്നു എന്നാണ്, നേതാവായിരുന്നു, ആദരണീയനായ നേതാവായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അദ്ദേഹം വന്നപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വമാണ് സ്വീകരിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തിയതും അദ്ദേഹത്തെ സുസ്മേരവദനായി സ്വീകരിച്ചതൊക്കെ ചരിത്രത്തിൽ കാണാം. അപ്പോൾ അതാണ് ഈ കരീം എന്നുള്ളതിൻ്റെ ആ പദത്തിൻ്റെ പ്രത്യേകത. അതാണ് ഇവിടെ സ്വർഗത്തിലെ പ്രതിഫലം ഉപജീവനാണ് ഉദ്ദേശം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞുപോയി, കൂലി കൊടുക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? നുഅ്തിഹ, അവരുടെ കൂലി ഞാൻ നൽകുന്നതാണ്. ശിക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ? യുദാഅഫ് ലഹൽ ആദാബ് എന്നാണ്. ശിക്ഷ ഇരട്ടിപ്പിക്കപ്പെടുന്ന പറഞ്ഞത്. യുദാഅഫ് അവിടെ ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിക്കുന്നത് ആരാണ്? അള്ളയാണ് അല്ലേ? പക്ഷേ ശിക്ഷയെ അള്ളാഹു തന്നിലേക്ക് നേരിട്ട് ചേർത്ത് പറഞ്ഞില്ല. അതേസമയം കൂലിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിലേക്ക് നേരിട്ട് ചേർത്തു. അതെന്തുകൊണ്ട്? അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഈ ഷർറിനെ നേരിട്ട് ചേർക്കുക എന്നുള്ളതില്ല. അള്ളാഹ്ക്കുള്ള ആദരവ്, അള്ളാഹ്ക്കുള്ള ബഹുമാനം, സ്ഥാനം, അത് നമ്മൾ അള്ളാഹിനോടുള്ള പെരുമാറ്റത്തിൽ, പ്രയോഗങ്ങളിൽ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതിൻ്റെ തെളിവാണത്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്യാദരണീയനാണ്. അതുകൊണ്ട് തന്നെ നോക്കി നിങ്ങൾ, വിശുദ്ധ ഖുർആൻ്റെ പ്രയോഗങ്ങളിൽ വരെ എന്ത് ചെയ്തിട്ടില്ല? ഈ ഷർറിനെ അള്ളാഹുവിലേക്ക് നേരിട്ട് ചേർക്കുക എന്നുള്ളത് വരുന്നില്ല.
അതേസമയം ഖൈർ, പ്രതിഫലം, ഇതൊക്കെ അള്ളാഹു തന്നിലേക്ക് നേരിട്ട് ചേർത്തു. അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദരപൂർവ്വമായിരിക്കണം പ്രയോഗിക്കേണ്ടത്, പറയേണ്ടത് എന്നുള്ള ഒരു സന്ദേശമാണ് അത് നൽകുന്നത്. ഖലാസ്, നമുക്കത് ഇനി നമുക്കടുത്ത ആയത്ത്, നമ്മളൊക്കെ കുറേ വിഷയങ്ങൾ പറഞ്ഞു പോയതാണ്. യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇൻ ഇത്തഖൈതുന്ന ഫലാ തഖ്ദഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ് വഖുൽന ഖൗലൻ മഅറൂഫ. കുറേ ആശയങ്ങൾ, സ്വഭാവങ്ങൾ, അദബുകൾ, വിധികളൊക്കെ നൽകുന്ന ആയത്തുകളാണ് ഈ ആയത്തുകൾ. ഇവിടെ യാ നിസാ അന്നബി, ഇത് എത്രാമത്തെ വിളി അപ്പോൾ ഈ പ്രയോഗത്തിൽ? യാ നിസാ അന്നബി മൂന്നാമത്തെ, രണ്ടാമത്തെ അല്ലേ? യാ നിസാ അന്നബി, നബിയുടെ നിസ. നിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും സ്ത്രീകൾക്കാണ് പറയാം അല്ലേ? നിസ ബഹുവചനാണ് നിസായി എന്നുള്ളത്. അതിൻ്റെ ഏകവചനം എന്താ? അപ്പോൾ നിസായിൻ്റെ ഏകവചനം ഇമ്രഅത്തുൻ. നേരിട്ട് അതിന് ഏകവചനമില്ല. നിസാഉൻ എന്നതിന് വേറൊരു ബഹുവചനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? നിസ്വത്തുൻ. വഖാല നിസ്വത്തുൻ ഫിൽ മദീനത്തി ഇമ്രഅത്തുൽ അസീസ് തുറാവിദു ഫതഹ. നിസ്വത്തുൻ, നിസാഉൻ. ഇവിടെ നിസായിനെ ആരിലേക്കാണ് ചേർത്തത്? ആരിലേക്കാണ് ചേർത്തത്? നിസായിനെ നബിയിലേക്കാണ് ചേർത്തത്. യാ നിസാ അൻ നബി, നബിയുടെ നിസ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാണ് അതുകൊണ്ട് ഉദ്ദേശം. ഒരു കവിതയിൽ പ്രകാരമുണ്ട്: ഖലീലി സബാ അഖ്ലി ഹുല സൈനി ഹാലത്തിൻ സഹാജഫ്നഹ റംസൻ സഹീഹൻ മുഹദ്ദബ. ഖലീലി സബാ അഖ്ലി ഹുലാ സൈനി ഹാലത്തിൻ സഹാജഫ്നഹ റംസൻ സഹീഹൻ മുഹദ്ദബ എന്നാണ് കവിത. ഇത് ഒരു കവി വളരെ സാഹിത്യ ഭംഗിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ പരിചയപ്പെടുത്തിയതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 9 ഭാര്യമാർ. ഈ ഭാര്യമാർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിൻ്റെ ആ തീയതി അനുസരിച്ച്, ആദ്യം ആര് വന്നു പിന്നെ ആര് വന്നു, ആ ക്രമം അനുസരിച്ചിട്ടാണ് ഇദ്ദേഹം ഈ കവിത എഴുതിയത്. ഇതാണ് യാ നിസാ അൻ നബി, നിസാ ഉൻ നബിയാണിത്. ഖലീലി സബാ അഖ്ലി ഹുല സൈനി ഹാലത്തിൻ. ഖലീലി എന്ന് പറഞ്ഞാൽ ഖദീജ ബിന്ത് ഖുവൈലിദ്. ഖലീലി സബ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൗദ ബിന്ത് സംഅ അൽ ആമിരിയ. ഖദീജ ബിന്ത് ഖുവൈലിദ് പിന്നെ അൽ അസദിയ. ഇത് ഖദീജ, ഇത് സൗദ ബിന്ത് സംഅ അൽ ആമിരിയ. ഇത് അഖീല, അഖ്ലി. അഖ്ലി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൻ? ആയിഷ. ഹുല, ഹുലാര ഹഫ്സ ബിന്ത് ഉമർ അൽ ആദവിയ. സൈൻ, സൈനാര ايش زينب بنت خزيمة. زينب بنت خزيمة العامرية. زينب بنت خزيمة റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൈനബിനെയാണ്, സൈനബ്മാരിൽ ആദ്യം കല്യാണം കഴിച്ച ഈ സൈനബിനെയാണ്, സൈനബ് ബിന്ത് ഖുസൈമ. പിന്നെ ഹാലത്തിൻ, ഹാലത്ത് ആരാ? ഹിന്ദ് ബിന്ത് അബി ഉമയ്യ ഉമ്മു സലമ റളിയല്ലാഹു തആല അൽ മഖ്സൂമിയ. സഹ, സഹ ഇതാരാ? സഹ ഇതാണ് സൈനബ് ബിന്ത് ജഹ്ഷ്. സൈനബ് ബിന്ത് ജഹ്ഷ് അൽ അസദിയ. ജഫ്നഹ, ജഫ്ന
ജുവൈരിയ. ജുവൈരിയ ബിന്തുൽ ഹാരിസ്, ജുവൈരിയ ബിന്തുൽ ഹാരിസ്, ജുവൈരിയ ബിന്തുൽ ഹാരിസ് അൽ ഖുസാഇയ. റംസൻ, റംസൻ റംല ബിന്ത് അബി സുഫിയാൻ, റംല ബിന്ത് അബി സുഫിയാൻ അൽ അമവിയ. സഹീഹൻ, സഹീഹൻ സഫിയ ബിന്ത് ഹുയൈ അൽ ഹാറൂനിയ, അൽ നദീരിയ അൽ ഖൈബരിയ എന്നൊക്കെ പറയുന്നത് സഫിയ ബിന്ത് ഹുയൈ. പിന്നെ മുഹദ്ദബ, മുഹദ്ദബ മൈമൂന, മൈമൂന ബിന്തുൽ ഹാരിസ് അൽ മുസ്തലഖിയ. ഇതാണ് യാ നിസാ അൻ നബി, നിസാ ഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ. ഖലീലി സബാ അഖ്ലി ഹുലാ സൈനിഹി ഹാലത്തിൻ, അല്ലെങ്കിൽ ഹുല സൈനു ഹാലത്തിൻ സഹാ ജഫ്നഹ റംസൻ സഹീഹൻ മുഹദ്ദബ. സ്വലാസ്ലമ തങ്ങളുടെ ഭാര്യമാർ ചരിത്രം മനസ്സിലാക്കാൻ ഇങ്ങനെ കുറേ കവിതകൾ, അതേപോലെ ഇപ്പോൾ ആയിഷത്തുൻ വ ഹഫ്സത്തുൻ വ സൗദ, സഫിയത്തുൻ മൈമൂനത്തുൻ വ റംല, ഹിന്ദുൻ വ സൈനബുൻ കദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ, എന്നൊക്കെ കവിതകൾ കാണാം. പക്ഷേ ഇത് ഒരു പ്രത്യേക രീതിയിലാണ് ഇത് കോർത്തത് എന്നുള്ളതാണ്. ഇനി ഇതാണ് ഈ പറയപ്പെട്ട യാ നിസാ അൻ നബി, നബിയുടെ നിസാമാരെ, ഭാര്യമാരെ. ഇവിടെ നിസാ എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ്, സ്ത്രീകൾ. പക്ഷെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇളാഫത്ത് ചെയ്തു, നിസാ അൻ നബി. അപ്പോൾ അത് അസ്വാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അവരാണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിളിച്ചിട്ട് പറയുന്നത്? യാ നിസാ അൻ നബി എന്ന് വിളിച്ചിട്ട് പറയുന്നത് ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, ലസ്തുന്ന നിങ്ങളല്ല, ലസ്തുന്ന നിങ്ങളല്ല, കഅഹദിൻ മിനൻ നിസാ. എന്താ കഅഹദിൻ മിനൻ നിസാ? സ്ത്രീകളിൽ കഅഹദിൻ എന്നാണ്, കഅഹദിൻ. ഈ അഹദ് എന്താ? അഹദ്, അഹദ് എന്നുള്ളതും വാഹിദുൻ എന്നുള്ളതും ഒരേ അർത്ഥത്തിലല്ലേ, വാഹിദ് അല്ലേ? പക്ഷെ ഇവിടെ ഈ അഹദ് അല്ലേ, അഹദിൽ പ്രയോഗിക്കുമ്പോൾ ഇവിടെ ഉണ്ടാ ലസ്തുന്ന കഅഹദിൻ എന്നാണ്. നിരാകരണത്തിൻ്റെ സന്ദർഭത്തിലാണ് അഹദ് വന്നത്. അപ്പോൾ ഈ അഹദ് ഉണ്ടല്ലോ, ഇത്തരം സന്ദർഭങ്ങളിൽ ഇത് ഒരാൾക്ക് പറയും, ഒന്നിലേറെ ആൾക്ക് പറയും, രണ്ടാൾക്ക് മൂന്നാൾക്കൊക്കെ പറയും. ലൈസ ഫിൽ ബൈത്തി, ലൈസ ഫിൽ ബൈത്തി അഹദുൻ എന്ന് പറഞ്ഞാൽ എന്താ? ലൈസ അഹദുൻ ഫിൽ ബൈത്ത്, വീട്ടിൽ ആരുമില്ല എന്നാണ്, ഒരാളില്ല എന്ന് അതിൻ്റെ അർത്ഥം അല്ല. പിന്നെയോ ഒരാളുമില്ല, രണ്ടാളുമില്ല, 1000 ആളുമില്ല അല്ലേ, ആടും മാടും ഒന്നും ഇല്ല എന്നാണ് അഹദുൻ. ഈ അഹദ് നിരാകരണത്തിൻ്റെ സിയാക്കിൽ ഈ അഹദ് വരുമ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്, ഒരാൾ എന്നുള്ളത് മാത്രമല്ല, പിന്നെയോ ഒരാളുമില്ല, ഒന്നിലധികം ആളുമില്ല എന്നർത്ഥത്തിലാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഒരാൾ എന്ന് തന്നെ അർത്ഥം പറഞ്ഞോളുന്നില്ല. പിന്നെയോ ലസ്തുന്ന നിങ്ങളല്ല കഅഹദിൻ മിനൻ നിസാ, സ്ത്രീകളുടെ സംഘങ്ങളിൽ ഒരു സംഘത്തെ പോലെയല്ല നിങ്ങൾ, സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടത്തെ പോലെയല്ല നിങ്ങൾ എന്നാണ്. ലസ്തുന്ന നിങ്ങൾ അല്ല എന്നാണ്. നിങ്ങൾ എന്നിട്ടുണ്ടെങ്കിൽ എന്താ? സ്ത്രീകൾ, റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ഒരാളാ അല്ല, നിങ്ങൾ അല്ല, ലസ്തുന്ന നിങ്ങൾ അല്ല, നിസാ നബി അല്ല, കഅഹദിൻ മിനൻ നിസാ എന്ന സ്ത്രീകളിൽ നിന്ന് ഒരു വിഭാഗത്തെ പോലെ, ഒരാളെ പോലെ എന്നല്ല, ഒരു വിഭാഗത്തെ പോലെയല്ല നിങ്ങളാകുന്ന റസൂലുള്ളാഹിന്റെ ഭാര്യമാർ എന്നാണ്. കാരണം കഅഹദിൻ എന്നുള്ളതിന് ഒരാൾ എന്ന് മാത്രമല്ല അർത്ഥം, പിന്നെയോ അഹദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അത് നിരാകരണത്തിൻ്റെ ഈ ലൈസ എന്നുള്ളതിൻ്റെ അതിൻ്റെ സന്ദർഭത്തിലാണ് വരുന്നത്. അപ്പോൾ ഇത് ആണിനും പറയും പെണ്ണിനും പറയും അഹദ് എന്നുള്ളത്, ഒരാൾക്കും പറയും ഒന്നിലധികം ആളുകൾക്കും പറയും അഹദ് എന്നുള്ളത്. അപ്പോൾ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടത്തെ പോലെയല്ല നിങ്ങൾ എന്നാണ് പറയുന്നത്. അഹദും വാഹിദും നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ, അഹദുൻ വാഹിദുൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അഹദാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല വാഹിദാണോ? അള്ളാഹ്ക്ക് അൽ വാഹിദ് പേരില്ലേ, അൽ വാഹിദുൽ ഖഹാർ എന്ന് പറഞ്ഞാൽ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അള്ളാഹുൽ വാഹിദാണ്. അതേപോലെ തന്നെ അള്ളാഹു അഹദാണോ? എവിടെ അഹദാണെന്ന് പറഞ്ഞത്? ഖുൽ ഹുവല്ലാഹു അഹദുൻ. എന്താണ് അഹദും വാഹിദും തമ്മിൽ വ്യത്യാസം?
ചിലർ പറഞ്ഞത് വാഹിദിൻ്റെ അതേ അർത്ഥത്തിലാണ് അഹദ് എന്നാണ്. ഈ വാ മാറിയിട്ട് വാ അതിന് പകരം ആര് വന്നാണ്? ആ വന്നാണ്. അഹദുൻ വാഹിദുൻ ഒരു അർത്ഥത്തിൽ നിന്നാണ്. അങ്ങനെ പറയുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷേ അഹദും വാഹിദും പറയുമ്പോൾ വാഹിദിന് വേറെ വിവക്ഷയും അഹദിന് വേറെ വിവക്ഷയാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. വാഹിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണത്തിൽ, വാഹിദ് എണ്ണത്തിൽ അള്ളാഹിൻ്റെ ദാത്ത് സത്ത വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റൊരല്ലല്ല, ലാ സാനിയ ലഹു. അള്ളാഹു വാഹിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരുവനാണ്, ലാ സാനിയ ലഹു, മറ്റൊരല്ലല്ല എണ്ണത്തിൽ. അഹദ് എന്ന് പറഞ്ഞാലോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശേഷണങ്ങളിൽ, സിഫത്തിൽ, ഫിൽ ജലാലി വൽ കമാലി അഹദുൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. അഹദുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാ നദീറ ലഹു വലാ ശബീഹ വലാ മസീൽ, അള്ളാഹ്ക്ക് തുല്യമായി സമനായി യാതൊന്നുമില്ല. അള്ളാഹു അഹദാണ്. വാഹിദ് എന്ന് പറഞ്ഞാൽ ലാ സാനിയ ലഹു, അള്ളാഹ്ക്ക് മറ്റൊരു ഇല്ല, അള്ളാഹു ഏകനാണ്. സത്തയിൽ അള്ളാഹിൻ്റെ ഏകത്വം, അള്ളാഹു എണ്ണത്തിൽ ഒരുവൻ എന്നുള്ളതാണ് വാഹിദ് അറിയിക്കുന്നത്. അഹദ് അറിയിക്കുന്നത് വിശേഷണങ്ങളിൽ, മാനയിൽ അള്ളാഹു ഏകനാണ്. അള്ളാഹിൻ്റെ പ്രത്യേകതകളിൽ അള്ളാഹ്ക്ക് തുല്യമായി മറ്റൊന്നില്ല, അതാണ് അഹദ് അറിയിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലാവേണ്ടത് വിശേഷണങ്ങളിലെ ഏകത്വം, അതാണ് വഹദാനിയത്ത്, അതാണ് അഹദ് അറിയിക്കുന്നത്. ദാത്തിൽ സത്തയിൽ ഏകത്വം, അതാണ് വാഹിദ് അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അഹദുൻ എന്ന് പറയും, അള്ളാഹു അഹദുൻ എന്ന് പറയും സ്ഥിരീകരണത്തിൽ അള്ളാഹു അഹദുൻ. അതേസമയം റജുലുൻ അഹദുൻ എന്ന് പറയില്ല. അഹദുൻ എന്നുള്ളത് ആർക്ക് മാത്രമുള്ള വിശേഷണം? അള്ളാഹിനെ കുറിച്ച് പറയാം മാത്രമാണ്. അള്ളാഹു അഹദുൻ എന്ന് പറയും, അള്ളാഹു അഹദുൻ. അതേസമയം റജുലുൻ അഹദുൻ എന്ന് പറയില്ല, റജുലുൻ വാഹിദുൻ എന്നേ പറയുള്ളൂ. അഹദിന് കുറേ പ്രത്യേകതകളുണ്ട്. ഈ അഹദും വാഹിദും കുറേ പ്രത്യേകതകളുള്ള പ്രയോഗമാണ്. അലാക്കുല്ലിന് ഇവിടെ നമുക്ക് വന്നത്, ഞാൻ ഈ അഹദുൻ എന്നുള്ളതുണ്ടല്ലോ, ഒരാൾ എന്ന അർത്ഥത്തിൽ മാത്രമല്ല വരിക അഹദുൻ എന്നുള്ളത്. പിന്നെയോ അഹദ് എന്നുള്ളത് ഒന്നിലധികം ആളുകൾക്ക് പറയും, പിന്നെ ആണിനും പെണ്ണിനും ഒക്കെ പറയും. അപ്പോൾ ഇവിടെ ലസ്തുന്ന, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ അല്ല, ക അഹദിൻ മിനൻ നിസ, സ്ത്രീകളിൽ നിന്ന് ഒരു വിഭാഗത്തെ പോലെയും, ഒരു വിഭാഗത്തെ പോലെയും, അതാണ് ഒരാളെപ്പോലെയും എന്ന അർത്ഥത്തിലല്ല, പിന്നെ ഒരു വിഭാഗത്തെ പോലെയും എന്നുള്ളതാണ്. അത് ഏത് വിഷയത്തിൽ? ഒരാളെപ്പോലെയുമല്ല, ഫിൽ ഫضൽ, അവരുടെ മഹത്വത്തിൻ്റെ വിഷയത്തിൽ, വഷറഫ്, അവരുടെ സ്ഥാനത്തിൻ്റെ വിഷയത്തിൽ, മഹത്വത്തിൻ്റെ വിഷയത്തിൽ, സ്ഥാനത്തിൻ്റെ വിഷയത്തിൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു കൂട്ടത്തെ പോലെയുമല്ല നിങ്ങളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരാണ് ഫضലിൽ ഏറ്റവും മികച്ചവർ. സ്ത്രീ രത്നങ്ങളിൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനമുള്ളവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാണ്. അപ്പോൾ പുരുഷന്മാരിൽ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരേക്കാൾ സ്ഥാനമുള്ളവരുണ്ട്. ആരാ? അബൂബക്കർ റളിയല്ലാഹുവിനെ പോലുള്ളവർ, ഉമറിനെ പോലുള്ളവരൊക്കെ ഉണ്ട്. അതേസമയം സ്ത്രീകളിൽ നിന്ന്, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളുടെ വിഷയത്തിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ, റസൂലുള്ളാഹിയുടെ ഭാര്യമാർ. ഈ ആയത്ത് പ്രകാരം ലസ്തുന്നക അഹദി മിനൻ നിസ, സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു കൂട്ടത്തെ പോലെയുമല്ല നിങ്ങൾ സ്ഥാനത്തിൽ, മഹത്വത്തിൽ എന്നാണ്. അപ്പോൾ ഈ ആയത്തിൻ്റെ തേട്ടറിയിക്കുന്നത് മക്കളെക്കാൾ ആരാണ്? റസൂലുള്ളാഹിൻ്റെ പത്നിമാർക്കാണ് സ്ഥാനം എന്നുള്ളതാണ്. ഇതൊരു ചർച്ചയുള്ള വിഷയമാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയേക്കാൾ സ്ഥാനം ചില പണ്ഡിതന്മാർ പറഞ്ഞാൽ അത് ഇന്നിപ്പോൾ സംസാരിച്ചിട്ടുള്ള ഒരു അത് കഴിഞ്ഞു പോയൊരു വിഷയമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ, അബുൽ ഹസനുൽ അശ്അരി ഒക്കെ അതിൽ തവഖുഫ്, ആരാണ് അതിൽ മികച്ചത് എന്നതിലൊരു അഭിപ്രായം പറയാതെ അവർ തവഖുഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഭിപ്രായം പ്രകടനം നടത്താതെ നിൽക്കുകയാണ് ചെയ്തത്. ചിലർ പറഞ്ഞില്ല ഈ ആയത്ത് പ്രകാരം ഭാര്യമാരാണ് മികച്ചത്, ചിലർ പറഞ്ഞില്ല ഫാത്തിമ റളിയല്ലാഹു തആല തന്നെയാണ് മികച്ചത് എന്നൊക്കെ അഭിപ്രായം പറഞ്ഞവരുണ്ട്. അതിൻ്റേതായ ന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അഅലം. യാ നിസാ അൻ-നബി ലസ്തുന്ന കഅഹദി മിനൻ നിസാ ഇൻ ഇത്തഖൈതുന്ന ഫലാ തഖ്ളഅന ബിൽ ഖൗലി ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫ എന്നാണ്. ഇവിടെ ഈ ഇനിത്തഖൈതുന്ന, എന്താ ഇനിത്തഖൈതുന്ന? ഇത്തഖ തഖ്വയിൽ നിന്നല്ലേ, തഖ്വയിൽ നിന്നാണത് വിൽപ്പനാണത്.
തക്വ എന്താ? തക്വ അള്ളാഹിനെ കുറിച്ചുള്ള പേടിയല്ലേ, ഭയഭക്തിയല്ലേ, അള്ളാഹിനെ സൂക്ഷിക്കലല്ലേ. ഇത്തഖ യത്തഖി, ഇത്തഖൈത എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിൽ തക്വയുള്ളവനായി എന്നാണ്. ഇത്തഖൈത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തക്കവയുള്ളവരായി എന്നാണ്. സ്ത്രീകൾ കുറേ പേരുണ്ടെങ്കിൽ അവരോട് എങ്ങനെ പറയാം? ഇത്തഖൈത്തുന്ന, നിങ്ങൾ സ്ത്രീകൾ തക്വയുള്ളവരായി എന്നാണ്. നിങ്ങൾ സ്ത്രീകൾ തക്വയുള്ളവരായി, അള്ളാഹുവിൽ ഭക്തിയും പേടിയും സൂക്ഷ്മതയും ഉള്ളവരായി എന്നാണ് ഇത്തഖൈത്തുന്ന. സ്ത്രീകളോടാണ് അഭിസംബോധന, അതുകൊണ്ടാണ് ഇത്തഖൈത്തുന്ന എന്ന് പറഞ്ഞത്. ഇൻ ഷർത്തിയാണ്. ഇൻ ഇത്തഖൈത്തുന്ന, നിങ്ങൾ തക്വയുള്ളവരാണെങ്കിൽ, ഇതിൻ്റെ ബന്ധം, ഈ ഇത്തഖൈത്തുന്നതിൻ്റെ ബന്ധം മുന്നിൽ പറഞ്ഞതിനോടാണോ അതല്ല ഇനി പറയാൻ പോണതിനോടാണോ? ഫലാ തഖ്ളഅന, എന്താണ്? ഫലാ തഖ്ളഅന ബിൽ ഖൗൽ, സംസാരം നിങ്ങൾ മയപ്പെടുത്തരുത് എന്നാണ്. ഫലാ തഖ്ളഅന, മയപ്പെടുത്തരുത് എന്നാണ്. ഫലാ തഖ്ളഅന ബിൽ ഖൗൽ എന്നാണ്, നിങ്ങൾ ചിണുങ്ങി സംസാരിക്കരുത്, കൊഞ്ചി സംസാരിക്കരുത് എന്നതിൻ്റെ ഉദ്ദേശം. ഫലാ തഖ്ളഅന ബിൽ ഖൗൽ, നിഫ്ലാസന്മാരുടെ ഭാര്യമാരോട് പറയുകയാണ്, നിങ്ങൾ ഫലാ തഖ്ളഅന ബിൽ ഖൗൽ, സംസാരം അത് പിന്നെ പരപുരുഷന്മാരെ വശീകരിക്കും വിധമുള്ള ചിണുങ്ങിയുള്ള സംസാരമാകരുത് എന്ന് പറയണം. ഇനി തഖൈത്തുന്ന ഫലാ തഖ്ളഅന ബിൽ ഖൗൽ, നിങ്ങൾ തഖ്വയുള്ളവരാണ് എങ്കിൽ നിങ്ങളിങ്ങനെ ചിണുങ്ങി സംസാരിക്കരുത് എന്നാണോ ഉദ്ദേശം? ലസ്തുന്ന കഅഹദി മിനൻ നിസാഇ ഇനി തഖൈത്തുന്ന, നിങ്ങൾ തഖ്വയുള്ളവരാണ് എങ്കിൽ സ്ത്രീകളിൽ ഒരു വിഭാഗത്തെ പോലെയുമല്ല നിങ്ങൾ എന്നാണോ? എന്താ ഇതിൻ്റെ ഉദ്ദേശം? നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ശരിയായിട്ട്? ഈ ഇനി തഖൈത്തുന്ന എന്നതിൻ്റെ ബന്ധം മുന്നിൽ പറഞ്ഞതിനോടാണോ അതല്ല ഇനി പറയാൻ പോണതിനോടാണോ? പറഞ്ഞത് മനസ്സിലായോ? ഇതിൻ്റെ ഉദ്ദേശം മനസ്സിലായോ? എന്താ ഈ രണ്ടഭിപ്രായം പറഞ്ഞത്, പക്ഷേ ഏറ്റവും എന്തല്ല യോജിച്ചത് എന്താണ്? ലസ്തുന്ന കഅഹദി മിനൻ നിസാ, പ്രവാചക പത്നിമാരെ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടത്തെ പോലെയുമല്ല നിങ്ങൾ. ഇനി തഖൈത്തുന്ന അലൈഹി സ്വലാം, നിങ്ങൾ തഖ്വയുള്ളവരാണെങ്കിൽ, നിങ്ങൾ തഖ്വയുള്ളവരാണെങ്കിൽ, അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇത് സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടത്തെ പോലെയുമല്ല നിങ്ങൾ, നിങ്ങൾക്കുള്ള മഹത്വത്തിൻ്റെ വിഷയത്തിൽ, നിങ്ങളുടെ സ്ഥാനത്തിൻ്റെ വിഷയത്തിൽ. ആ സ്ഥാനവും മഹത്വവും നിങ്ങൾക്ക് എപ്പോഴാണ് ഉണ്ടാകുക? ഇനി തഖൈത്തുന്ന, നിങ്ങൾ തഖ്വയിൽ ജീവിതം തുടർത്തിയാലാണ്. നിങ്ങൾ തഖ്വയിൽ ജീവിതം തുടർത്തിയാലാണ്. അള്ളാഹിൻ്റെ അടുക്കൽ ആദരണീയൻ ആരാണ്? ഇന്ന അക്രമത്തും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ ഏറ്റവും തഖ്വ ഉള്ളവനാണ്. തഖ്വയാണ് ആദരവിൻ്റെ അടിസ്ഥാനം. ആ തഖ്വ നിങ്ങൾക്കുണ്ട് എങ്കിൽ സ്ത്രീകളിൽ ഒരു വിഭാഗത്തെ പോലെയുമല്ല നിങ്ങൾ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഏതുപോലെ ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതുവരെ തഖ്വല്ല, ഇനി നിങ്ങൾ തഖ്വ ഉണ്ടാക്കുകയാണെങ്കിൽ എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ ഈ തഖ്വയെ നിങ്ങൾ തുടർത്തിയാൽ എന്നാണ്. നിങ്ങൾ തഖ്വയുള്ളവരാണ്, ആ തഖ്വയുടെ ജീവിതം നിങ്ങൾ തുടർത്തിയാൽ നിങ്ങളാണ് സ്ത്രീകളിൽ ഏറ്റവും സ്ഥാനമുള്ളവർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇപ്പം നിസ്ലാസൻ മതങ്ങൾ പറഞ്ഞില്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട്, നിഅമർ റജുലു അബ്ദുള്ള ലൗകാന യുസല്ലി മിനൽ ലൈൽ, നിഅമർ റജുലു അബ്ദുള്ള എത്ര നല്ല ആള്, ലൗകാന യുസല്ലി മിനൽ ലൈൽ, അബ്ദുള്ള രാത്രി നിസ്കരിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ത് ചെയ്തിട്ടുണ്ട്? അത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ രാത്രി നിസ്കരിക്കാത്തതുകൊണ്ടല്ല, പിന്നെയോ അതിനെ തുടർത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉണർത്തലാണ്. ഈ രാത്രി നിസ്കാരം തുടർത്തണം. അതിനുശേഷം ഞാൻ ഒരിക്കലും ഖിയാമുൽ ലൈൽ ഒഴിവാക്കിയില്ല എന്ന് പറഞ്ഞില്ലേ? ഇതേപോലെ ഒരു വായനക്കാണ് ഈ പ്രയോഗം. ഈ തഖൈത്തുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ഉന്നത സ്ഥാനീയരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് അവരെ തിരഞ്ഞെടുത്തത്. ഇവിടെ ഇനി തഖൈത്തുന്ന എന്ന് പറഞ്ഞത് എന്തിനാണ്? ആ തഖ്വ ജീവിതം അവർ അത് മങ്ങാതെ മായാതെ അതിനെ നിലവാരം കുറയാതെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാതെ അവർക്ക് തഖ്വ ഇതുവരെ അല്ല, ഇനി തഖ്വ ഉണ്ടാണെന്ന അർത്ഥത്തിലല്ല. അവർ തഖ്വയും ഭക്തിയും ഭയവും ഒക്കെ ഉള്ളവരാണ്. അതിന് അവരെന്ത് ചെയ്യണം? ഇനി മായാതെ കൊണ്ടു നടക്കണം. കാരണം അവർ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പ്രയോഗിക്കുന്നത്. ലസ്തുന്ന കഅഹദി മിനൻ നിസാഇ ഇൻ ഇത്തഖൈതുൻ, സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടത്തെ പോലെയുമല്ല നിങ്ങൾ, നിങ്ങൾ തഖ്വയുള്ളവരായിട്ട് ജീവിക്കണം. ആ തഖ്വയുടെ നിലവാരത്തിൽ നിങ്ങൾ കുറയാൻ പാടില്ല എന്നുള്ള ബോധനമാണ് ഈ ആയത്തിൻ്റെ. ഫൈം മനസ്സിലാണ്ട? പിന്നെ ഈ ഫലാ തഖ്ളഅന ബിൽ ഖൗൽ, ഈ അർത്ഥപ്രകാരം ഈ ഫാന് തദീലിൻ്റെ ഫ എന്ന് പറയും, തദീലിൻ്റെ ഫ എന്ന് പറയും. അതിനാൽ നിങ്ങൾ ഭക്തിയിൽ തുടരണം,
നിങ്ങളുടെ ഭക്തി നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അതിൻ്റെ ഭാഗമായി ലാ തഖ്ളഅന ബിൽ ഖൗൽ, ലാ തഖ്ളഅന ബിൽ ഖൗൽ. എന്താ ലാ തഖ്ളഅന ബിൽ ഖൗൽ? ഈ തഖ്ളഅന ഖുദൂഇൽ നിന്നാണ് അത് വരുന്നത്. ഖുദൂ, എന്താ ഈ ഖുദൂ? നിസ്കാരത്തിൽ ഖുദൂഉം ഖുശൂഉം ഇല്ലേ? എന്താ അൽ ഖുശൂ? നമ്മൾ ഖുശൂഇന് എന്താ പറയുക? ഖുശൂ ഭക്തിയാണ് അല്ലേ? ഭക്തി, അതിനാണ് ഖുദൂഉം. പക്ഷേ ഖുദൂ ശരീരത്തിനാണ്, നമ്മളെ പുറത്ത്. ഖുശൂ മനസ്സിലും അതേപോലെ തന്നെ ശരീരത്തിലും ശബ്ദത്തിലൊക്കെയാണ് ഖുശൂ. നിസ്കരിക്കുമ്പോൾ ഖുദൂഓടുകൂടി നിസ്കരിക്കണം എന്നാണ്. ഖുദൂഓടുകൂടി നിസ്കരിക്കണം എന്നാണെങ്കിൽ നമ്മുടെ ശരീരം അടക്കത്തിൽ ഒതുക്കത്തിൽ ഉപരിപ്ലവമായിട്ട് നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ പിന്നെ അതേപോലെ തന്നെ ആകെ ചൊറിഞ്ഞ് മാന്തി ഇങ്ങനെ നിസ്കരിക്കരുത്. നിസ്കാരത്തിൽ പിന്നെ ഖുദൂ വേണം. ഖുദൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപരിപ്ലവമായിട്ടുള്ള അടക്കം ഒതുക്കം, ശരീരത്തിൻ്റെ അടക്കം ഒതുക്കം, അതാണ് ഖുദൂ. അത് അടക്കത്തെ ഒതുക്കത്തെ അറിയിക്കുന്നു. ഖുശൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ മനസ്സിൻ്റെ ഖുശൂ, മനസ്സിൻ്റെ ഖുശൂവിനോടൊപ്പം പിന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ ഒതുക്കം ഉദ്ദേശമാണ്. ഇതും ഉദ്ദേശമാണ്. നമ്മുടെ ശബ്ദം വരെ ഖുശൂ ആയിരിക്കണം. സൂറത്ത് നമ്മൾ പഠിച്ചില്ലേ, വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ, വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ. എന്താ? റഹ്മാനായ അള്ളാഹുവിന് ശബ്ദങ്ങൾ ഖശഅ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ഖശഅ എന്ന് പറഞ്ഞാൽ? ശബ്ദം അടക്കമുള്ളതായി ഒതുക്കമുള്ളതായി എന്നാണ്. വുജൂഹു യൗമഇദിൻ ഖാശിഅ. എന്താ വുജൂഹു യൗമഇദിൻ ഖാശിഅ? വജ്ഹ് ഖാശിഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് പിന്നെ താണതായി ഒതുങ്ങിയതായി എന്നല്ലേ? അപ്പോൾ ഖുശൂ ഖൽബിനുണ്ട്, ഖുശൂ ശരീരങ്ങൾക്കുണ്ട്, ശബ്ദത്തിന് വരെ ഖുശൂ ഉണ്ട്. അതാണ് ഖുശൂവിൻ്റെ പ്രത്യേകത. ഖുദൂ ശരീരത്തിൻ്റെ ഒതുക്കാണ്. അപ്പോൾ ഖുദൂ ഖുശൂ ഒക്കെ അറിയിക്കണത് എന്തിനാണ്? അടക്കത്തെയാണ്, ഒതുക്കത്തെയാണ്. ഇതാണ് ഈ ക്രിയ വിൽപ്പന്നായത്. ഫലാ തഖ്ദഅന ബിൽ ഖൗൽ. അപ്പോൾ ഇവിടെ ഈ ഫലാ തഖ്ദഅന, ഖദഅ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ വഴിപ്പെടുക, ഒതുങ്ങുക, മയപ്പെടുക എന്നൊക്കെ അല്ലേ? ഫലാ തഖ്ദഅന, നിങ്ങൾ സ്ത്രീകൾ ഒതുങ്ങരുത് എന്നാണ്. ബിൽ ഖൗൽ, ബിൽ ഖൗൽ എന്നാ അവിടെ ഈ ആ കാരണത്താലാണ്, ഈ ഒരു കാരണത്താലാണ് ഇവിടെ ഇത് രണ്ടർത്ഥത്തിൽ പ്രയോഗിക്കും. ബി എന്നുള്ളത് ഫി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും. പിന്നെ ബി എന്നുള്ളത് ലിത്താദിയ എന്ന് പറയും. എന്താ അതിന് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഫലാ തഖ്ദഅന ബിൽ ഖൗൽ, നിങ്ങൾ സംസാരത്തെ എന്താണ് പിന്നെ ചിണുക്കരുത് എന്നാണ്. സംസാരത്തെ നിങ്ങൾ കൊഞ്ചി കൊയരുത് എന്നാണ്. കൊഞ്ചി കുഴയും വിധമുള്ള സംസാരമാക്കരുത് എന്നാണ്. സംസാരത്തെ നിങ്ങൾ എന്താണ് പറയുക? മയപ്പെടുത്തുക, ചിണുക്കുക. അറിയാലോ, സ്ത്രീകൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾ വശീകരിക്കപ്പെടുമ്പോൾ ഇതുള്ള സംസാരം, അതാണ് ഉദ്ദേശം. അന്യരെ വശീകരിക്കും വിധമുള്ള ചിണുങ്ങിയുള്ള സംസാരം അത് നിങ്ങൾക്കുണ്ടാകരുത് എന്നാണ് പറയുന്നത്. സംസാരത്തെ നിങ്ങൾ ചിണുക്കരുത്. അവിടെ ഫലാ തഖ്ദഅന ബിൽ ഖൗൽ എന്നാണ്. സംസാരത്തെ നിങ്ങൾ ചിണുക്കരുത്. പക്ഷേ ഇവിടെ നിങ്ങൾ എന്താണ് ലാ തഖ്ദഅന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് വിധേയരായി പോകരുത്. അന്യർക്ക്, അന്യപുരുഷന്മാർക്ക് നിങ്ങൾ വിധേയരാകരുത് എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കുന്നത്. നേരിട്ടർത്ഥം പറയുമ്പോൾ പക്ഷെ ഉദ്ദേശം നിങ്ങൾ സംസാരത്തെ എന്ത് ചെയ്യരുത്? അന്യർക്ക് വിധേയരാകും വിധം ചിണുക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സംസാരത്തെ നിങ്ങൾ ചിണുക്കിയാക്കരുത് എന്നുള്ള അർത്ഥം കൊണ്ടുവരുന്നത് ഈ അതാണ് ബാ തഅദിയ എന്ന് പറയുന്നത്. നിങ്ങൾ സംസാരത്തെ അവ്വിധമാക്കരുത് എന്ന അർത്ഥത്തിൽ. ഇനി എന്നുള്ളതിന് ഫി എന്ന അർത്ഥം പറയുമ്പോൾ ഫലാ തഖ്ദഅന ബിൽ ഖൗൽ, സംസാരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? അന്യരെ വശീകരിക്കും വിധം ചിണുങ്ങിയാക്കരുത് എന്നുള്ളതാണ്. സംസാരത്തിൽ നിങ്ങൾ ചിണുങ്ങരുത്. എന്തായാലും ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫലാ തഖ്ദഅന ബിൽ ഖൗൽ, നിങ്ങൾ അന്യരോട് സംസാരിക്കുമ്പോൾ ഈ
അന്യരെ വശീകരിക്കും വിധമുള്ള ചിണുങ്ങി സംസാരം നടത്തരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കുകയാണ്. ആരെയാണ് വിലക്കുന്നത്? നിസാ നബി. ഈ നിസാ നബി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആരോടെ സംസാരിക്കുന്നത്? അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. മുഅ്മിനീങ്ങൾ വന്നിട്ടാണ് അവരോട് സംസാരിക്കുക. അവരോട് ഈ സംസാരം പാടില്ല എന്ന് വിലക്കുമ്പോൾ മറ്റ് സ്ത്രീകളും എങ്ങനെ ഇതര സ്ത്രീകളുടെ വിഷയം പറയണ സംസാരത്തിൻ്റെ വിഷയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അപ്പം പിന്നെ നോട്ടത്തിൻ്റെ മറ്റു പെരുമാറ്റങ്ങളുടെ വിഷയം എത്ര ഉണ്ടാവും? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഷർറ് ഫിത്നൻ്റെ കവാട അടക്കുകയാണല്ലോ, തിന്മയുടെ കവാട അടക്കുകയാണ്. അപ്പോൾ ആ കവാട അടക്കുമ്പോൾ ആദ്യം അടക്കുന്നത് എന്താ? ഈ സംസാരമാണ്. ഫലാ തഖ്ളഅന ബിൽ ഖൗൽ, സംസാരത്തിൽ നിങ്ങൾ ചിണുങ്ങിയുള്ള സംസാരം നടത്തരുത്, കൊണിഞ്ഞ് സംസാരിക്കരുത് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അവിടെ അങ്ങനെ സംസാരിക്കരുത് എന്നാണ്. പക്ഷേ ക്രിയ നോക്കി നിങ്ങൾ, ആ ക്രിയ ഖദഅ എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ പറഞ്ഞില്ലേ ശരീരം വഴിപ്പെട്ടു എന്നാണ്. ഖദഅ ശരീരം വഴിപ്പെട്ടു ഉണ്ട്. ഖദഅ യഖ്ദഉ, തഖ്ദഉ തഖ്ദാനി തഖ്ദാന, നിങ്ങൾ വഴിപ്പെടുന്നതാണ്. ആ ഈ ഒരു പ്രയോഗം നടത്തിയതെന്ന് മനസ്സിലാക്കാം. സംസാരം അത് ഈ പറഞ്ഞ കോലത്തിലായിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ അങ്ങനെ സംസാരിക്കുന്ന സ്ത്രീ എന്ത് ചെയ്തു? മറ്റൊരാൾക്ക് വഴിപ്പെട്ടു എന്നുള്ളത്. അള്ളാഹു കാക്കട്ടെ. നഊദുബില്ല. ഫലാ തഖ്ദഅന ബിൽ ഖൗൽ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അർത്ഥം മയപ്പെടുത്തി സംസാരിക്കുക, സംസാരം രൂക്ഷമാക്കുക എന്ന അതിൻ്റെ ഉദ്ദേശം. സ്ത്രീകൾ എങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും അല്ലേ, സ്ത്രീകളുടെ സംസാരം രൂക്ഷമാക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാണ്, അതിനൊരു ഭാഷ ഉണ്ടാവും, ആളുകൾ പാഞ്ഞു ഓടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവും. അതാരും സംസാരിക്കണം. സംസാരത്തെക്കുറിച്ച് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഖൂല ലഹു ഖൗലൻ ലയ്യിനൻ എന്താ പറഞ്ഞത്? ഫിർഔനോട് വരെ സംസാരിക്കുമ്പോൾ എന്താ പറഞ്ഞത്? ഖൂല ലഹു ഖൗലൻ ലയ്യിനൻ, മൃദുലമായ സംസാരം നടത്താനാണ് അല്ലേ. സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഏതൊരാളോടും. ഈ എടാ പോടാ തുടങ്ങിയ വർത്തമാനങ്ങൾ പാടുള്ളതല്ല. സംസാരം ലയ്യനായിരിക്കണം. ഇസ്ലാസ്ലം മതങ്ങൾ ലിൻ തലഹും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അവരോട് ലയ്യനായിട്ട് പെരുമാറി എന്നുള്ളതാണ്. വാക്കുമില്ലും പ്രവൃത്തിയും റസൂലുള്ളാഹിൻ്റെ മൃദുലമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പിന്നെ ഈ സംസാരം പിന്നെ കടുത്ത ഭാഷ പ്രയോഗിക്കുക എന്നുള്ളതല്ല, കടുത്ത ഭാഷ പ്രയോഗിക്കുക എന്നുള്ളതല്ല. പിന്നെ ഇവിടെ ഉദ്ദേശം എന്താ? ഫലാ തഖ്ളഅന ബിൽ ഖൗൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താ? പിന്നെ അന്യർ വശീകരിക്കപ്പെടുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇങ്ങനെ രൂക്ഷമായി രൗദ്രമായിട്ട് സംസാരിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. പിന്നെയോ ഈ സംസാരത്തിൻ്റെ ഉദ്ദേശം എന്താണ്? സംസാരത്തിൻ്റെ ഉദ്ദേശം ഇപ്പം ഒരാൾ ഒരു സാധനം കൊണ്ടുവരുമ്പോൾ ഒരു ജസാക്കല്ലാഹു ഖൈറൻ പറയില്ലേ, ആ ജസാക്കല്ലാഹു ഖൈറൻ വരെ അയാളെ പോക്കറ്റിലാക്കുന്ന രീതിയിൽ പറയാൻ പറ്റും അല്ലേ. ചിണുങ്ങിയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, ഇവൾ ഉദ്ദേശിക്കുന്നത് എന്ത് എന്നുള്ളത് അയാൾക്ക് വായിക്കാൻ പറ്റും. അതാണ് ചിണുങ്ങിയുള്ള സംസാരത്തിൻ്റെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് പറയുന്നത്. ഈ സംസാരം പിന്നെ നോട്ടം ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അന്യരെ വശീകരിക്കാനുള്ള പ്രഥമ മാധ്യമങ്ങളിൽപ്പെട്ടതാണ്. അതിലാദ്യത്തേതാണ് ഈ സംസാരത്തിൻ്റെ വിഷയം. അതുകൊണ്ട് തന്നെ പരപുരുഷന്മാരെ വശീകരിക്കും വിധമുള്ള ചിണുങ്ങി സംസാരം പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് ഇവിടെ പറയാണ്. അങ്ങനെ സംസാരിക്കുന്നത് തന്നെ അവർക്ക് വിധേയമാകുന്ന വിഷയമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് അന്യരോട് സംസാരിക്കാൻ പാടില്ല എന്നാണ്. സ്ത്രീകളുടെ ശബ്ദം ഔറത്താണോ? പരപുരുഷന്മാർ കേൾക്കാൻ പാടില്ലാത്തൊരു വിഷയമാണോ? അങ്ങനെയല്ല. പരപുരുഷന്മാർ കേട്ടെന്ന് വിചാരിച്ചിട്ട് സ്ത്രീയുടെ സംസാരം കേട്ടെന്ന് വിചാരിച്ചിട്ട് അത് ഔറത്താണ്, അന്യർ കേൾക്കാൻ പാടില്ല എന്ന് അതിനർത്ഥമല്ല. സംസാരിക്കുന്ന വിഷയം ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവിയിൽ സഹാബത്തിനോടൊപ്പം ഇരിക്കുകയാണ്. സഹാബത്തിനോടൊപ്പം ഇരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ വന്നിട്ട് പറയണത്, റസൂലേ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണം എന്നുള്ളത്. നിസ്ലാസ്ലമത്ത് പറയാൻ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറയാണ് ഒരു സ്ത്രീ. അപ്പോൾ എന്താ സംസാരിക്കണ വിഷയം നോക്കി, നിങ്ങൾ വിവാഹം കഴിക്കണം എന്നുള്ള വിഷയമാണ്. സഹാബികൾ കേൾക്കുന്നുണ്ട്. സ്ത്രീയുടെ ശബ്ദം സംസാരിക്കുന്ന വിഷയം ഏതായാലും അത് ഔറത്തല്ല എന്നുള്ളതിന് തെളിവാണത് അല്ലേ.
പക്ഷെ അവരുടെ സംസാരം ഈ സംസാരമല്ല. സംസാരമല്ല. മറ്റുള്ളവർ കേട്ടിട്ടും അവർക്ക് ഒരു വികാരവും ഉദിക്കാത്ത മാന്യമായിട്ടുള്ള സംസാരമാണ് അവർ നടത്തിയത്. അതാണ് അതിൻ്റെ വിഷയം. അവർ സംസാരിക്കുന്ന വിഷയം ഏതായാലും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ നോക്കിയിട്ട് പിന്നെ തല താഴ്ത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല താഴ്ത്തി നിന്നു എന്നാണ്, ദൃഷ്ടി താഴ്ത്തി നിന്നു, തല താഴ്ത്തി നിന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിൽ വിരക്തനാണെന്ന് കണ്ടപ്പോൾ ഒരു സഹാബി പറഞ്ഞു, റസൂലേ നിങ്ങൾക്ക് അവരെ ആവശ്യമില്ലെങ്കിൽ ഞാൻ അവരെ കല്യാണം കഴിച്ചോളാം എന്ന് പറയാണ് സദസ്സിൽ നിന്ന്. അപ്പോൾ റസൂൽ അപ്പോഴാണ് പറഞ്ഞത്, അവർക്ക് മഹർ കൊടുക്കാൻ നിൻ്റെ അടുത്ത് എന്താണുള്ളത്. അപ്പോൾ അയാൾ തപ്പി നോക്കുമ്പോൾ ഒന്നുമില്ല, മഹറൊന്നുമില്ല. വീട്ടിൽ പോയി നോക്കാൻ പറഞ്ഞു, വീട്ടിൽ പോയി നോക്കി ഇവിടെ ഒന്നുമില്ല. വലോ ഖാതം മിൻ ഹദീദ്, ഒരു ഇരുമ്പിൻ്റെ മോതിരം പോലും ഇല്ല. മനസ്സിലായില്ലേ? പിന്നെയാണ് അയാൾ പറയണത്, എൻ്റെ തുണി ഉണ്ട്, ഞാൻ അടുത്ത് ഈ തുണി അതിൻ്റെ അത് കൊടുക്കാമെന്ന് പറയാണ്, അതിൻ്റെ പകുതി കൊടുക്കാൻ. അപ്പോൾ റസൂൽ പറയണ ആ തുണി പകുതിയാക്കിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഔറത്തും അറിയാനും പര്യാപ്തമല്ല, പിന്നെ അവർക്കൊരു വസ്ത്രമായിട്ടും പര്യാപ്തമല്ല. അപ്പോൾ എത്ര സൂറത്ത് ഹിഫ്ളുണ്ടെന്ന് ചോദിച്ച്, അപ്പോൾ അയാൾ 20 സൂറത്ത് ഹിഫ്ളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവരെ പഠിപ്പിക്കാമെന്നുള്ള വ്യവസ്ഥയിൽ എന്ത് ചെയ്തു, അത് മഹറാക്കി നിശ്ചയിച്ചിട്ട് അവരെ കല്യാണം കഴിച്ചു കൊടുത്തു. നിസ്ലാസ്ലം തങ്ങൾ അവർ വിവാഹം ചെയ്ത് കൊടുത്ത ആ വിഷയം, അയാൾ ഈ മഹദി വിവാഹം കഴിച്ച വിഷയം, അവിടെ നോക്കി നിങ്ങൾ സംസാരിക്കുന്ന വിഷയം എന്താ മനസ്സിലായി, അത് മറ്റുള്ളവർ കേൾക്കുകയല്ലേ. പക്ഷെ ആ സംസാരത്തിലൊന്നും ഈ ഒരു വിഷയം വരുന്നില്ല. സ്ത്രീയുടെ ശബ്ദം ഔറത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളോട് ബയ്യത്ത് സ്വീകരിച്ചത് എങ്ങനെ? വാക്കാലല്ലേ? വാക്കാലാണ് അവരോട് എന്ത് ചെയ്തത്? ബയ്യത്ത് സ്വീകരിച്ചത്, ഹസ്തദാനം ചെയ്തല്ല. അപ്പോൾ പിന്നെ ഈ ഫലാ തഖ്ലാന ബിൽ ഖൗൽ എന്നുള്ളത് സ്ത്രീയുടെ ശബ്ദം ഔറത്താണ് എന്നത് അറിയിക്കണില്ല. അല്ലാ കുല്ലി ഫലാ തഖ്ലാന ബിൽ ഖൗൽ, സ്ത്രീകൾ പരപുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ പിന്നെ അത് സ്വീകരിക്കേണ്ട ഒരു മര്യാദയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ചുണുങ്ങി അന്യരെ വശീകരിക്കും വിധമുള്ള കുണുങ്ങിയുള്ള സംസാരം പാടുള്ളതല്ല. അങ്ങനെ സംസാരിച്ചാൽ എന്താ എന്താ സംസാരിച്ചാൽ അത് അങ്ങനെ സംസാരിച്ചാൽ അത് കാരണത്താൽ എന്ത് സംഭവിക്കും? യത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ. ഈ ഫലാ തഖ്ദഅന ബിൽ ഖൗൽ എന്നുള്ളതിന് മലയാള തഫ്സീറിൽ അനുനയ രൂപത്തിൽ സംസാരിക്കരുത് എന്നാണ്. അതിന് എൻ്റെ ഭാഷ കിട്ടിയില്ല, നോക്കേ. ഫലാ തഖ്ദഅന ബിൽ ഖൗൽ, നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ പത്നിമാർ അനുനയ രൂപത്തിൽ സംസാരിക്കരുത്. നമ്മളത് ചുണുങ്ങി സംസാരിക്കരുത്, കുണുങ്ങി സംസാരിക്കരുത്. അതിലേറെ ഒന്നുകൂടി നല്ല ഭാഷയാണ് അനുനയ രൂപത്തിൽ സംസാരിക്കരുത്. സംസാരം മയപ്പെടുത്തരുത് എന്നല്ല. എപ്പോഴും സംസാരിക്കേണ്ട ആളുകളോട് എങ്ങനെയാണ്? ഈ എടാപ്പോട ആ ഒരു രുദ്രഭാവത്തിലും ഭാഷയിലും അല്ല അത് സംസാരിക്കേണ്ടത്, മയത്തിൽ തന്നെയാണ്. പക്ഷേ ഇത് അനുനയ രൂപത്തിൽ അന്യരെ വശീകരിക്കും വിധമുള്ള സംസാരമാകരുത്. അങ്ങനെ ആയാൽ യത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ. എന്താ യത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ? തൻ്റെ കൽബിൽ മറദ് എന്ന് പറഞ്ഞാൽ രോഗം ഉള്ളതായ വ്യക്തി. യത്മഉ എന്ന് പറഞ്ഞാൽ എന്താ? യത്മഉ തമഅ എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹിച്ചു, കൊതിച്ചു എന്നാണ്. കൊതിച്ചു, ആഗ്രഹിച്ചു, തമഅ. ഫയത്മഅ, അത് കാരണത്താൽ ആഗ്രഹിച്ചു കൊതിച്ചു പോകും. അല്ലദീ, യാതൊരുവൻ ഫീ ഖൽബി, അവൻ്റെ കൽബിലുണ്ട് മറദുൻ, രോഗം. അവർക്ക് ഹൃദയത്തിൽ രോഗമുള്ളവന് കൊതിയുദിക്കും. ഈ തമഅ എന്ന് പറഞ്ഞെങ്കിൽ ശരിക്ക് ആഗ്രഹിച്ചു എന്നൊരർത്ഥമല്ല. പിന്നെയോ അതൊരു ഈ ആർത്തി പണ്ടാരം എന്നറിയില്ലേ? തമ്മാ. നമ്മൾ തമ്മായിനെ കുറിച്ച് പറയില്ലേ? ആരെ തമ്മാ? ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ തമ്മാ. അഷ്അബ് തമ്മാ. അഷ്അബ് എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിന്. മദീനയിൽ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് അഷ്അബ്. ഭയങ്കര തമ്മായിരുന്നു എന്നാണ്. രണ്ടാൾ രഹസ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളിങ്ങനെ, രണ്ടാൾ എന്തോ ഒരു രഹസ്യം പറയായിരിക്കും. അപ്പോൾ അയാൾ ആ രണ്ടാൾ രഹസ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളിങ്ങനെ മനസ്സിൽ വായിക്കുന്നതാണ്. അയാളോട് തന്നെ ചോദിക്കുന്നുണ്ട്. അയാൾ ഭയങ്കര ആർത്തിയായിരുന്നു. ചില ആളുകളുണ്ടല്ലോ അങ്ങനെ ആർത്തി. അപ്പോൾ അയാളോട് ചോദിക്കണേ, നിങ്ങൾക്ക് എന്തൊരു ആർത്തിയാണ്, നിങ്ങളെ ആർത്തി ഇത് പിന്നെ ആ വിഷയത്തിൽ പറയാണ്. അപ്പോൾ അയാൾ പറയുന്നത്, രണ്ടാൾ സ്വകാര്യം പറയുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുക അവർ രണ്ടാളും സ്വകാര്യം പറയുന്നത് എനിക്ക് എന്തെങ്കിലും തരാനാണ്.
ഓരെന്തോ കാര്യത്തിന് ഇയാളായിട്ടൊരു ബന്ധമില്ലാത്ത ആളുകളാണ്. പക്ഷെ അവർ അവിടെ ഒരു സ്വകാര്യം പറയുകയാണെങ്കിൽ ഞാൻ വിചാരിക്കും എനിക്കെന്തോ തരാൻ വേണ്ടിയിട്ടാണ് അവർ ആ സ്വകാര്യം പറയുന്നത്. അതാണ് എൻ്റെ ആർത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. അയാൾ പിന്നെ വല്ല ഈ പാത്രം ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ, മൺപാത്രമൊക്കെ ഉണ്ടാക്കണേ, മരം കൊണ്ടോ മറ്റൊക്കെ മണ്ണ് കൊണ്ടൊക്കെ പാത്രം ഉണ്ടാക്കൂലേ, പാത്രം ഉണ്ടാക്കുന്ന ആളുകളുടെ അടുക്കൽ മൂപ്പര് പോവുകയാണെങ്കിൽ മൂപ്പര് പറയുന്നതാണ് സിദ് ഹസാത്തൻ വറുംഖൻ, വലിയ പാത്രമാക്കുന്ന, ആഴം കൂട്ടിക്കോ വലിപ്പം കൂട്ടിക്കോ. അപ്പോൾ അയാൾ ഈ പാത്രം ഉണ്ടാക്കുന്ന ആൾ പറയണത് അതെന്തിനാ പറയണേ, ഏതെങ്കിലും ഒരു കാലത്ത് അതിൽ ആർക്കെങ്കിലും എനിക്കെന്തെങ്കിലും തരാൻ തോന്നിയാലോ, എന്നെങ്കിലും ആ പാത്രത്തിൽ എനിക്കെന്തെങ്കിലും ഇത് വാങ്ങണ ആൾ ആരെങ്കിലും വാങ്ങിയിട്ട് ഏതെങ്കിലും ഒരു കാലത്ത് അതിൽ എനിക്ക് എന്തെങ്കിലും തരാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നിറച്ച് തന്നോട്ടെ. അതുകൊണ്ട് ഉണ്ടാക്കുന്ന പാത്രം സിദ് ഹസാത്തൻ വ സിദ് ഹ ഉംഖൻ, അതിന് ആഴം കൂട്ടിക്കോ വലിപ്പം കൂട്ടിക്കോ എന്ന് പറയായിരുന്നു എന്നാണ്. ഭയങ്കര തമ്മ അഷ്അബ് തമ്മ. ഒരിക്കൽ മൂപ്പര് താമസിക്കുന്ന വീടിൻ്റെ പരിസരത്ത് നിന്ന് ഒരു വീട്ടിൽ നിന്ന് പുക വന്നതാണ്, മണം, ഭക്ഷണം ഉണ്ടാക്കിയ മണം വന്നു എന്നാണ്. അപ്പോൾ ആളുകളൊക്കെ മൂപ്പര് വീട്ടിൽ നിന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വീട്ടിൽ മൂപ്പര് ചെല്ലണതാണ് ഇങ്ങനെ മണം തേടി. അപ്പോൾ ഒരിക്കൽ അയാൾ വീട്ടിൽ നിന്നിരിക്കുന്ന ആളുകൾ വന്ന് വാതിൽ മുട്ടിയെന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്നല്ല, ഈ ലൈനിലെ അവസാനത്തെ വീട്ടിൽ നിന്നാണ് ആ മണം വരുന്നതെന്നാണ്. അപ്പോൾ ആളുകൾ അങ്ങോട്ട് പോയി എന്നാണ്. ആളുകളൊക്കെ പോകുന്നുണ്ടപ്പോൾ മൂപ്പർക്ക് അറിയാതെ മൂപ്പരെ വീട്ടിൽ നിന്നാണെന്നുള്ളത്, അവിടെ നിന്നല്ല എന്നുള്ളത്. പക്ഷെ ആളുകളൊക്കെ പോകുന്നുണ്ടപ്പോൾ മൂപ്പർക്ക് ഒരു വേള അവിടെ നിന്നെത്തിയാണെന്ന് വിചാരിച്ചിട്ട് ആളുകളെ ബാക്കിൽ മൂപ്പരും പോയിന്ന്. അത്ര തമ്മായിരുന്നു എന്നാണ്. മതിൽ കയറിയിട്ട് നോക്കുന്നതാണ് മൂപ്പര്. ആരെങ്കിലുമൊക്കെ മതിൽക്കെട്ടിനകത്ത് തിന്നുകയാണെങ്കിൽ അങ്ങനെ ഒരു തമ്മ, അഷ്അബ് അത്തമ്മ എന്ന് പറയും. തയ്യബ്, അതാണ് ഈ കേവല ആഗ്രഹമല്ല, പിന്നെയോ ഒരു അത്യാർത്ഥി ഫയത്തുമ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, തൻ്റെ ഹൃദയത്തിൽ രോഗമുള്ളവൻ എന്തു ചെയ്യും, ആഗ്രഹിച്ചു പോകും. എന്താഗ്രഹിച്ചു പോകുമെന്ന് പറഞ്ഞില്ല വേണ്ടോ. ഈ സംസാരം അനുനയത്തിലായിട്ടുണ്ടെങ്കിൽ അതിനെ തുടർന്നുള്ള ആഗ്രഹം എന്താ? വിശുദ്ധ ഖുർആനിൽ ഈ കൽബിലെ രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫി ഖൽബിഹി മറദുൻ, കൽബിൽ രോഗം. 2 രോഗമാണ് വിശുദ്ധ ഖുർആനിൽ കൽബിലുള്ളത് പറഞ്ഞത്. ഒന്ന് ഷഹ്വത്താണ്, മറ്റൊന്ന് ശുബ്ഹത്താണ്. എന്താ ശുബ്ഹത്ത്? ശുബ്ഹത്ത് സന്ദേഹമാണ്, സംശയം. ഷഹ്വത്ത് ദേഹേച്ഛയാണ്, ജഡികേച്ഛ. ഫി ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ. ഫി ഖുലൂബിഹിം മറദുൻ, അവരുടെ ഖൽബുകളിൽ രോഗമുണ്ട്. ഫസാദഹുമുല്ലാഹു മറദ, ആ രോഗമുള്ള ഹൃദയം അവരേറ്റി നടന്നതിനാൽ അള്ളാഹു ആ രോഗം അവർക്ക് കൂട്ടിയെന്ന് പറയുന്നു. ആ രോഗം ശുബ്ഹത്തിൻ്റെ രോഗമാണ്. മുനാഫിഖീങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. മുനാഫിഖീങ്ങളുടെ കൽബിൽ രോഗം. ഇവിടെ അല്ലദീ ഫി ഖൽബിഹി മറദുൻ മുനാഫിഖല്ല, പിന്നെയോ മുനാഫിഖ് ആകാം, പക്ഷേ മുനാഫിഖ് മാത്രമല്ല. ഇത് ഈ രോഗമാണ്, ഷഹ്വത്താകുന്ന വികാരമാകുന്ന രോഗം, ജഡികേച്ഛ ആകുന്ന രോഗം. കൽബിൽ രോഗമുള്ളവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് വികാരം, ജഡികേച്ഛ. ആ രോഗമുള്ളവരുടെ മനസ്സിൽ മോഹവും ഉദിക്കുന്നതാണ്. അവരാഗ്രഹിച്ചു പോകും, പൊതിച്ചു പോകും. ചുരുങ്ങി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സംസാരം കേൾക്കാൻ എപ്പോഴും വരും. പിന്നെ അതിനെ തുടർന്ന് കതക് മുട്ടുന്ന, അതിനെ തുടർന്ന് നോക്കിയിരിക്കുന്ന അവസ്ഥ വരും. ഈ അല്ലദീ ഫി ഖൽബിഹി മറദുൻ അവരാണ് ഈ പിന്നെ സ്കൂൾ പരിസരങ്ങളിൽ അല്ലേ, പിന്നെ സ്കൂൾ വിടുന്ന കാത്തിരിക്കുന്ന ആളുകൾ, ഈ ഗേൾസിൻ്റെ ഒക്കെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജുകളുടെ ഒക്കെ പരിസരങ്ങളിൽ, ബസ് സ്റ്റോപ്പുകളിൽ നിൽക്കുന്ന ആളുകൾ. എന്തിനാ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ പോയിക്കണേ? എന്തിനാണ് സ്കൂൾ പരിസരങ്ങളിൽ, പ്രത്യേകിച്ച് ലേഡീസിൻ്റെയൊക്കെ ഹോസ്റ്റലിൻ്റെ പരിസരങ്ങളിലൊക്കെ പോയിക്കണേ? സ്ത്രീകൾ വരുന്നിടത്ത് പോകുന്നിടത്തൊക്കെ ഒരു പൂവാലൻ ഇതിൻ്റെ ഒരു ശല്യക്കാരനായിരുന്നു. ഒരു സാന്ത്വനിയ നല്ലൊരു സ്ത്രീയാണ്. അതിനെ വശീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അത് കൈകൊണ്ട് തല്ലാൻ തോന്നി. പിന്നെ ഇവന് പോണില്ല, അപ്പോൾ ചെരുപ്പ് ഊരി തല്ലാൻ നോക്കിയെന്നാണ്. അപ്പോൾ പറയാണ് അത് പിന്നെ ആളുകൾ കളിയാക്കി ഇവനെ, ചെങ്ങായി എനിക്ക് ഉളുപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ പറയാണ് അത് ഇല്ല, അത് പിന്നെ 5 മണിക്ക് ചെരുപ്പും കടയിൽ ചെരുപ്പും കടൻ്റെ പരിസരത്ത് കാണാമെന്ന് പറയണെന്ന്. ആദ്യം ഒന്ന് കൈകൊണ്ട് തല്ലാൻ തോന്നി, പിന്നെ പോകാത്തതുകൊണ്ട് ചെരുപ്പ് ഊരിയിട്ട് തല്ലാൻ തോന്നി. അപ്പോൾ ആളുകൾ പറയാൻ അവനോട് എനിക്ക് ഉളുപ്പില്ലേ, എങ്ങനെ ഈ ചെറിയിലൊക്കെ നിൽക്കാം.
അപ്പം പറയണില്ല, അത് ഓൾ എന്നോട് പറഞ്ഞത് 5 മണിക്ക് ചെരുപ്പും കടൻ്റെ അടുത്ത് നിന്ന് കാണാം എന്നുള്ള. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഏ ഈ കൽവിൽ രോഗമുള്ളവർ എന്ന് പറഞ്ഞെങ്കിൽ മുനാഫിക്കീങ്ങളല്ല. മുനാഫിക്കീങ്ങളാകാം. ഇവിടെ ഈ രോഗമുള്ള ഈ ആളുകളാണ്. ബസ്സിലേക്ക് ഇങ്ങനെ ചിറിയിലോക്കി നിൽക്കുക, ബസ് സ്റ്റോപ്പുകളിൽ നിൽക്കുക, അതേപോലെ തന്നെ ഇത്തരം പിന്നെ സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ പരിസരവാസികളായിട്ട് ഇങ്ങനെ വെറുതെ ചിറിയിലോക്കി നിൽക്കുന്ന ആളുകൾ. അതാണ് ഉദ്ദേശം. ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ. അത് ഇന്നിപ്പോൾ പിന്നെ ബസ് സ്റ്റോപ്പിക്കും അതേപോലെ തന്നെ ലേഡീസ് ഹോസ്റ്റലുകളുടെയും സ്കൂളുകളുടെയും കോളേജുകളുടെയും പരിസരത്ത് പോകേണ്ട കാര്യമല്ല. ഇപ്പം ഇതിൽ കാണാം. ഇതിൽ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ മതി, മൊബൈലിൽ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ മതി. ഏതായാലും അല്ലദീ ഫീ ഖൽബിഹി മറദുൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കി നിങ്ങൾ. അവരുടെ ഹൃദയം പ്രശ്നമാണ്. ഇത്തരം ആളുകളുടെ ഹൃദയം പ്രശ്നമാണ്. ആ പ്രശ്നം അത് രോഗബാധിത ഹൃദയമാണ് എന്നുള്ളതാണ്. അത്തരം ആളുകൾ ഫയത്മ, അവർക്ക് മോഹം ഉദിക്കും, ആഗ്രഹം ജനിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫലാ തഖ്ളഅന ബിൽ ഖൗൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് പറയാണ്, ഫിത്നയിലേക്കുള്ള ഷർറിലേക്കുള്ള കവാടങ്ങൾ അതിൻ്റെ തുടക്കത്തിലെ കൊട്ടിയടക്കണം. അതിൻ്റെ തുടക്കത്തിൽ കൊട്ടിയടക്കണം. അതിൻ്റെ ഒന്നാമത്തെ സ്റ്റേജാണ് ഈ പരിപാടി. എന്തെങ്കിലും ഒരു വിഷയത്തിൽ അതിനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ജസാക്കല്ലാഹു ഖൈറൻ എന്നുള്ളതാകട്ടെ, ശുക്രൻ എന്നുള്ളതാകട്ടെ, ആ ശുക്രൻ പറയുന്നതിൽ ഈ ഒരു വിശേഷണമാണ് അതിനുള്ളത് എങ്കിൽ ഖലാസ്, അത് വാതിൽ തുറന്നു കൊടുക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ മിനയിലേക്ക് വരികയാണ്. മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹിൻ്റെ ഒട്ടകത്തിന് പിന്നിൽ ഫദ്ൽ ബിൻ അബ്ബാസാണ്. ഫദ്ൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോടാണ് റസൂലുള്ള കല്ലൊക്കെ പെറുക്കാൻ ആവശ്യപ്പെടുന്നത് വഴിയിൽ വെച്ച്. അങ്ങനെ ഫദ്ൽ ബിൻ അബ്ബാസിനെ ഒട്ടകത്തിൻ്റെ പുറകിലെത്തിയിട്ട് ഇങ്ങനെ മിനയിലേക്ക് വരുമ്പോഴാണ് ഹസ്അം ഗോത്രത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ, ഒരു പെണ്ണ്, അവർ ഒരു യുവ പ്രായത്തിലുള്ള ഒരു സ്ത്രീയാണ്. ഷാബത്തുൻ എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞത്, യുവതിയാണ്. അവർ റസൂലുള്ളാഹിനോട് ഒരു മസാല ചോദിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ പിന്നെ അവർ വന്നിട്ട് ചോദിക്കുകയാണ്, ഇന്ന അബി ഷെയ്ഖുൻ കബീർ, എൻ്റെ വാപ്പ വൃദ്ധനായൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് വാഹനപ്പുറത്ത് ഇരിക്കാൻ വയ്ക്കില്ല, ഹജ്ജ് ചെയ്തിട്ടില്ല, ഉംറ ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ വാക്ക് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അവർ വരുന്നത്. മസാല കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നുണ്ട്. അപ്പോൾ ഫദ്ൽ ബിൻ അബ്ബാസ് റസൂലുള്ളാഹിൻ്റെ ബാക്കിൽ നിന്നിട്ട് അതിനെ നോക്കുകയാണ്, അവരെ നോക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി തല പിടിച്ച് തിരിക്കുകയാണ്, ഇങ്ങോട്ട് തിരിക്കുകയാണ്, ഫദ്ലിൻ്റെ തല തിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യനല്ലേ, അദ്ദേഹം അത്ര ഭാവിച്ചിട്ടുണ്ടാവില്ല, എന്തായാലും തല പിടിച്ച് തിരിക്കുകയാണ്. അത് ജനസമക്ഷത്തിലല്ലേ. അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഫദ്ലിൻ്റെ വാപ്പ, പിന്നെ അബ്ബാസ് എന്നൊരു റസൂലുള്ളാഹിനോട് ചോദിക്കാൻ, അവിടുന്ന് ചോദിക്കണില്ല കേട്ടോ, അവിടുന്ന് ഇത് കണ്ടാണ് ഇങ്ങനെ ഈ സ്ത്രീ വന്ന് ചോദിക്കുന്നതും. എല്ലാവരും റസൂലുള്ളാഹിനെ നിരീക്ഷിക്കല്ലേ. റസൂലുള്ള പറയാണ്, എന്ത് ഖുദു അന്നി മനാസികക്കും, നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങളൊക്കെ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കും എന്ന് പറയല്ലേ. അപ്പോൾ എല്ലാവരും റസൂലുള്ളാഹിനെ ഫോക്കസ് ചെയ്തിട്ട് നോക്കണത്, എന്താ റസൂലുള്ള ചെയ്യണത്, എന്താണ് ചൊല്ലണത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്ത് ചെയ്യും, നന്നായി ആളുകളുടെ മനസ്സിൽ പതിക്കുന്ന ഒരു രംഗമാണത്. അപ്പോൾ ഈ വന്ന് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും റസൂലുള്ളാഹിനെ കാണുകയല്ലേ. അപ്പോൾ ഫദ്ൽ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ നോക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി തല പിടിച്ച് തിരിക്കുകയാണ്. അപ്പോൾ പിന്നെയും നോക്കുമ്പോൾ പിന്നെയും തിരിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ കണ്ടിട്ടുണ്ട്, അബ്ബാസും കണ്ടു, വാപ്പ ഫദ്ലിൻ്റെ അബ്ബാസ് റസൂലുള്ളാഹിൻ്റെ പിതൃവ്യൻ കാണുകയാണ്. അങ്ങനെ പിന്നെ യാത്ര തുടർന്ന് ഇത് ദുൽഹജ്ജ് 10 രാവിലെയാണ്. പിന്നെ റസൂലുള്ളാഹി ഏറൊക്കെ കഴിഞ്ഞ് പിന്നെ തവാഫിന് വേണ്ടി പോയപ്പോൾ അവിടുന്ന് സംസം കൊടുക്കുന്നുണ്ട്. അന്ന് സംസം കിണറ്റിൽ നിന്ന് മുക്കി കൊടുക്കുകയാണ്. അപ്പോൾ കിണറ്റിൽ നിന്ന് മുക്കിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി പറയും, എനിക്ക് വെള്ളം തരുമെന്ന് പറയുമ്പോൾ കൊടുക്കുമ്പോൾ അബ്ബാസ് പറയുന്നുണ്ട്, ഇത് കൊടുക്കേണ്ടത് ആളുകളൊക്കെ കൈയിട്ടതും ആളുകളൊക്കെ പെരുമാറിയതാണ്, വീട്ടിലുണ്ട് പെരുമാറാത്ത വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി പറയണം, അല്ല അത് വേണ്ട, ആളുകൾ കുടിച്ചത് മതി എന്ന് പറയാണ്. പിന്നെ കുറച്ച് സംഭാഷണം നടക്കണം. അപ്പോൾ അവിടുന്ന് അബ്ബാസ് ചോദിക്കുന്നുണ്ട്, റസൂലേ നിങ്ങൾ എന്തിനാണ് ഫദ്ലിൻ്റെ തല പിടിച്ച് തിരിച്ചത് അവിടുന്ന്? അദ്ദേഹത്തിന് അതൊരു മനസ്സിലേറ്റു, നിങ്ങൾ എന്തിനാണ് ഫദ്ലിൻ്റെ തല മിനയിൽ വെച്ചിട്ട് അവിടേക്ക് വരുമ്പോൾ നിങ്ങൾ എന്തിനാ പിടിച്ച് തിരിച്ച്? അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ഗുലാമുൻ ഷാബുൻ വജാരിയത്തുൻ ഷാബ. യുവാ കോമളനാണ് ആര്? ഫദ്ൽ. അതേപോലെ ജാരിയത്തുൻ ഷാബ, വന്ന പെണ്ണാണെങ്കിലോ അതൊരു യുവതിയായ സ്ത്രീയാണ്. അപ്പോൾ ഞാൻ ശൈത്താനെ ഭയപ്പെട്ടു, അവർക്കിടയിൽ ശൈത്താനെ ഞാൻ ഭയപ്പെട്ടു. ഫദ്ൽ ഇങ്ങനെ നോക്കുകയാണ്, ആ സ്ത്രീയും അവരുടെ പിന്നെ സുന്ദരിയായ സ്ത്രീയാണ്, മുഖം മറിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ തല തിരിച്ചു, ശൈത്താനെ ഭയപ്പെട്ടു എന്ന് പറയുന്നത്. അതാണ് ആ വിഷയം. റസൂൽ നോക്കി എന്തിനെ പിടിച്ച് തല തിരിച്ച്? ഇത് ചികിത്സിക്കാനാണ്.
ഈ തിന്മയിലേക്കുള്ള കവാടം അടക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് അത്. ഏതായാലും ഫലാ തഖ്ദഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മർദുൻ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ സ്വർഗത്തിലേക്ക് ഈ ദുനിയാവിൽ നിന്ന് ടിക്കറ്റുമായി പോകുന്ന ആളുകളാണ്. അവരുടെ വിഷയത്തിലാണ് അള്ളാഹു ഇത് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ എത്ര ഗൗരവത്തിൽ നമ്മൾ കാണണം. അന്യരോട് സംസാരിക്കുന്ന വിഷയത്തിലും അന്യരോട് അവർ വർത്തിക്കുന്ന വിഷയത്തിലും അതാണ് നമ്മുടെ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അള്ളാഹ് പറയാണ്, അള്ളാഹ് നോക്കി നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഇത് പാടില്ല എന്ന് പറഞ്ഞു. ഫലാ തഖ്ദഅന ബിൽ ഖൗൽ. പിന്നെ പാടുള്ളത് എന്താണ്? ഒരു വിഷയമല്ലേ. അള്ളാഹ് പറയണ വഖുൽന ഖൗലൻ മഅറൂഫ. പറയേണ്ടത് എന്താണ്? വഖുൽന നിങ്ങൾ പറയണം ഖൗലൻ മഅറൂഫൻ, മഅറൂഫായ വാക്ക്. ഫലാ തഖ്ദഅന ബിൽ ഖൗൽ, അനുനയ രൂപത്തിൽ നിങ്ങൾ സംസാരിക്കരുതെന്ന് അള്ളാഹു വിലക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ബദൽ മുനാസിബ്, അനുയോജ്യമായ പകരം പറഞ്ഞു കൊടുക്കുകയാണ്. അതെന്താണ്? വഖുൽന ഖൗലൻ മഅറൂഫ, മഅറൂഫായ വാക്ക് നിങ്ങൾ പറയണമെന്നാണ്. അതെന്താണ് ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കാം അടുത്ത ക്ലാസ്സിൽ. എന്താണ് ഈ അൽ ഖൗലുൽ മഅറൂഫ് എന്നത്? ഇതിനില്ല.